ക്രിസ്തുവിൻ്റെ പരസ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും മഹോത്സവം കൂടിയാണ് വെട്ടുകാട് പള്ളിത്തിരുനാൾ. ഞാനിപ്പോഴുള്ളത് വെട്ടുകാട് മാദ്രേ ദേ ദേവൂസ് ദേവാലയത്തിലാണ്. നവംബർ 23-നാണ് തിരുനാൾ മഹാമഹം അവസാനിക്കുന്നത്. തിരുനാളിൻ്റെ കാഴ്ചകളിലേക്ക് പ്രിയ പ്രേക്ഷകരെ കൂട്ടുകയാണ്. രണ്ടാം തീയതി ക്രിസ്തുരാജനെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ഉണ്ടായിരിക്കും. തിരുനാളിൻ്റെ ഏറ്റവും പ്രധാന ഭാഗങ്ങളിലൊന്നാണ് ക്രിസ്തുരാജ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് വെട്ടുകാടിൽ നിന്ന് കണ്ണാന്തുറയിലേക്കും അവിടെ നിന്ന് തിരിച്ച് കൊച്ചുവേളി ഇടവകയിലേക്കും തിരിച്ച് വീണ്ടും വെട്ടുകാടിലേക്കും വന്ന് സമാപിക്കുന്നു. ശനിയാഴ്ച തിരുസ്വരൂപത്തിൻ്റെ സമാപനം വെട്ടുകാട് ക്രിസ്തുരാജ പാദാന്തികത്തിൽ ആയിരിക്കും. അത് കഴിഞ്ഞ് 23-ാം തീയതി രാവിലെ 5 മണി മുതൽ തന്നെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു. വൈകിട്ട് 5:30 പൊന്തിഫിക്കൽ ദിവ്യബലി ഉണ്ടായിരിക്കും. 5:30 മുമ്പ് രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാഡമിയുടെ പരിശീലന പറക്കൽ വിമാനത്തിൽ നിന്ന് പുഷ്പവൃഷ്ടിയും ഉണ്ടാകും. പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് ശേഷം ദേവാലയത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് പ്രൊജക്ഷൻ ലൈറ്റ് ഷോ ഉണ്ടായിരിക്കും. 28-ാം തീയതി തിരുനാളിന് സമാപനം കുറിച്ചുകൊണ്ട് കൊടിയിറക്ക കർമ്മം ഉണ്ടാകും. അതോടൊപ്പം വിവിധ കലാപരിപാടികളും ഗാനമേള നാടകങ്ങളും ഉണ്ടാകും. ഈ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കും മറ്റ് ജനവിഭാഗങ്ങൾക്കും നേരുന്നു. ക്രിസ്തുരാജൻ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മതസൗഹാർദ്ദത്തിൻ്റെയും മതമൈത്രിയുടെയും സന്ദേശം വിളിച്ചോതുന്ന ആരാധനാലയം കൂടിയാണ് വെട്ടുകാട് മാദ്രേ ദേ ദേവൂസ് ദേവാലയം. വെട്ടുകാട് പള്ളിയിൽ നിന്ന് ക്യാമറാമാൻ സായി സൂര്യയ്ക്കൊപ്പം അഭിജിത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.